നമസ്കാരം. ഫുട്ബോൾ പറ്റിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെൽസി ടോട്ടനാമിനെ 1-0 തോൽപ്പിച്ചിരിക്കുകയാണ്. നോർത്ത് ലണ്ടൻ ഡെർബിയിൽ ഇന്നലെ 1-0 വിജയം എൻസോ ഫെർണാണ്ടസ് സെക്കൻഡ് ഹാഫിൽ നേടിയ ഗോളിൽ ചെൽസി നേടിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇന്നലത്തെ ടീമിലെ ബിഗസ്റ്റ് ചേഞ്ച്, അതായത് ചെൽസിയുടെ ഇന്നലത്തെ ബോഡി ലാംഗ്വേജ് തന്നെ പിച്ചിലെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മച്ച് പോസിറ്റീവ് ആണ് കമ്പയർഡ് ടു അതർ മാച്ചസ്. നിക്കോളാസ് ജാക്സൺ ഇഞ്ചറി മാറി വന്നതിന് ശേഷം ഇറങ്ങിയ മത്സരമായിരുന്നു. ചെൽസി ലുക്ക് മച്ച് ഫ്ലൂയിഡ് അറ്റാക്കിംഗ് വൈസ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നിക്കോളാസ് ജാക്സൺ ഈ ടീമിൽ വരുമ്പോൾ പാൾമർ കൂടുതൽ സെറ്റാവും. ടീംമേറ്റ്സിന് തന്നെ ഒരു ടാർഗറ്റ് മാൻ ഉണ്ട്, കൂടുതൽ കട്ട് ബാക്സ് ടീമിൽ നമ്മൾ കാണാനുണ്ട് ഫ്രം ചെൽസി ടീം. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിക്കോളാസ് ജാക്സൺ ഗോൾ സ്കോറിംഗ് ഒഴിക്കുക, അഥവാ ക്ലിനിക്കൽ ഫിനിഷിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം പിച്ചിൽ പ്രോപ്പറായിട്ട് ചെയ്യുകയും ചെയ്യും. പുള്ളിയുടെ പെർഫോമൻസ് ഇന്നലെ നല്ലതായിരുന്നു. ഇന്നലെ ആണെങ്കിലും മറ്റൊരു നല്ല ചാൻസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചലബോയുടെ ഒരു ബോളിൽ നമ്മൾ കണ്ടാണ് മിക്കി വാൻഡോനെ ബീറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ ഒരു ഷോട്ട് നമ്മൾ കണ്ടാണ്. അത് മേ ബി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനെ. പക്ഷേ നമ്മൾ നോക്കാനായിട്ടാണ് ഇങ്ങനെ നിക്കോളാസ് ജാക്സന്റെ പെർഫോമൻസ് ഓവറോൾ വാസ് ഗുഡ്. നിക്കോളാസ് ജാക്സൺ വാസ് എന്നാ പറയുക, ഒരു പില്ലർ പോലെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് ചെൽസിയുടെ അറ്റാക്കിങ്ങിൽ കുറച്ച് ഫ്ലൂയിഡ് ആയിട്ട് അത് വരികയും ചെയ്തു. ആൻഡ് ഇന്നത്തെ മാച്ചിൽ എൻസോയുടെയും കൈസയുടെയും പെർഫോമൻസ് എടുത്തു പറയുന്നത് രണ്ടുപേരും ടോപ്പ് നോച്ച് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് എൻസോ ഫെർണാണ്ടസിന്റെ ഗോളും വന്നത്. പാൾമറിന്റെ ഒരു കിടിലം ബോളായിരുന്നു, ഒരു സൂപ്പർ അസിസ്റ്റ് ഫ്രം പാൾമറും ആയിരുന്നു. അതിലൂടെയാണ് ഹെഡർ ത്രൂ ആണ് ഗോളും സെക്കൻഡ് ഹാഫിൽ വരുന്നത്. ബട്ട് എൻസോയും കൈസയുടെ ഇന്നത്തെ മാച്ചിൽ ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ചെൽസിയുടെ ഡിഫൻസ് ലുക്ക് സോളിഡ്. മെജോറിറ്റി ഓഫ് ദ മാച്ചസിനും ഇപ്പം ലാസ്റ്റ് 10-20 മിനിറ്റ് ഒഴിച്ച് നിർത്തിയാലും മെജോറിറ്റി ഓഫ് ദ ടൈം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്പേഴ്സ് കാര്യമായിട്ട് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പുറത്ത് ചെൽസി നല്ല ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സാഞ്ചോടെ ഇന്നത്തെ ഒരു ഷോട്ട് വിക്കാരിയോടെ ഒരു വേൾഡ് ക്ലാസ് സേവ് എന്ന് തന്നെ പറയേണ്ടി വരും ഉണ്ടായിരുന്നു. നെറ്റോ നല്ല വർക്ക് ലോഡ് എടുത്തു. ആൻഡ് ഇന്നലെ എൻസോ മരസ്കയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസും വേറെ ഓൺ പോയിന്റ് ആയിരുന്നു. ജെയിംസിനെയും ടോസിനെയും ഡ്രൂസ്ബറി ഹാളിനെയൊക്കെ കൊണ്ടുവന്നൊക്കെ കറക്റ്റ് പോയിന്റിലായിരുന്നു. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് 0-0 പോവാണ്. ചെൽസി ക്ലിയർലി ഡോമിനേറ്റഡ് ദ പ്ലേ. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ അധികം ഗെയിമിൽ ഇൻവോൾവ് അല്ലാതെ സെക്കൻഡ് ഹാഫിൽ ഗെയിം ഓരോ മിനിറ്റ്സ് കഴിയുന്നതും പാൾമർ ഗെയിമിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ആവാൻ തുടങ്ങി. ആൻഡ് സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ നോക്കാനായിട്ടാണ് ആ ഗോളും വരുന്നത്. പിന്നീട് പാബ്ലോ സാർ ത്രൂ ഈക്വലൈസ് ചെയ്തതാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്പേഴ്സ്. അത് ഓഫ് സൈഡ്, അത് ബിൽഡപ്പിൽ അവിടെ കൈസീഡോനെ ഫൗൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം പിക്ചറിൽ കാണാം. അത് പ്രോബബ്ലി യെല്ലോ കാർഡാണ് കൊടുത്തത്. റെഡ് കാർഡ് ഡിസർവിങ് ആയിരുന്നു പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്നവരുണ്ട്. മേ ബി അവിടെ സാർ ബിറ്റ് ലക്കിയാണ്. അവിടെ റെഡ് കാർഡ് കിട്ടിയില്ല, യെല്ലോ കാർഡാണ് കൊടുത്തത്. അവിടെ ആ ഗോൾ ഡിസലോ ചെയ്യുമായിരുന്നു സാറിൻ്റെ. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അതിന് കുറച്ചു നേരം മുമ്പ് ഇപ്പം 1-0 ചെൽസി ആക്കിയതിന് ശേഷം കൈസീഡോയുടെ ഒരു കിടിലം വോളിയിൽ ചെൽസി 2-0 ആക്കിയതാണ്. പക്ഷെ അവിടെയും ഓഫ് സൈഡ് ഉണ്ടായിരുന്നുകൊണ്ട് ആ ഗോളും ഡിസലോ ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് ഈ സാറിൻ്റെ ഒരു ഇൻസിഡൻറ്റ്. പിന്നീട് ലാസ്റ്റ് സണ്ണിന് കിട്ടിയ ഒരു ചാൻസ് സാഞ്ചസ് സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. അതൊരു നല്ല സേവ് തന്നെയായിരുന്നു. ബട്ട് നമ്മൾ ടോപ്പ് ക്ലാസ് ഗോൾ കീപ്പേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സേവ്, ആ കണക്ഷൻ കറക്റ്റായിട്ട് സണ്ണിന് അവിടെ കിട്ടിയില്ല. പിന്നെ 12 മിനിറ്റോളം ആഡ് ഓൺ ടൈം ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. കാരണം കുറേ VAR ചെക്സും കുറേ ഇൻസിഡൻസ് സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. ചെൽസി പ്രോപ്പറായിട്ട് തന്നെ അത് മാനേജ് ചെയ്തു. ആൻഡ് ഇന്നത്തെ ചെൽസിയുടെ ഓവറോൾ പെർഫോമൻസ് വാസ് ഗുഡ്. അതെടുത്ത് പറയണം. ഫുൾ ബാക്സ് ആണെങ്കിലും ഡിഫൻസീവ്ലി ആണെങ്കിലും ഇവൻ സാഞ്ചസ് ടു അൻ എക്സ്റ്റെന്റ് ആണെങ്കിലും എല്ലാവരും ഡിസ്ട്രിബ്യൂഷൻസ്, ബോൾ ഡിസ്ട്രിബ്യൂഷൻസ് ചലബോ ഒക്കെ ഇന്നലെ നല്ല പെർഫോമൻസ് ആയിരുന്നു. സാഞ്ചസിന്റെ ബോൾ ഡിസ്ട്രിബ്യൂഷൻ തന്നെ മച്ച് ബെറ്റർ ആയിരുന്നു. വിങ്ങേഴ്സിനെയൊക്കെ അത്യാവശ്യം ഫൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്രോനെറ്റ് നല്ല വർക്ക് ലോഡ് എടുത്തു. പക്ഷേ കുറച്ചുകൂടെ ഔട്ട്പുട്ട് പെട്രോനെറ്റ് സാഞ്ചോയുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും. സാഞ്ചോ ഇന്നലെ കെയിം ക്ലോസ് ടു സ്കോർ, പക്ഷേ ഇക്കാര്യം അവിടെ സേവ് ചെയ്തു. നമുക്ക് നോക്കാം. എന്നാലും നിക്കോളാസ് ജാക്സൺ വന്ന് ഈ ടീമിന് ഒരു ഉണർവ് കൊടുത്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. എൻസോയുടെയും കൈസയുടെ ഒരു പെർഫോമൻസും പോസിറ്റീവാണ്. എന്തായാലും ടോപ്പ് 5 എങ്ങനെയാണ് സെക്യൂർ ചെയ്യാൻ തന്നെയായിരിക്കും ചെൽസി നിൽക്കുക. അവിടുന്ന് നമ്മൾ സ്പേഴ്സിന്റെ കാര്യങ്ങളൊന്ന് പറയണം. പോകുന്നതിന് മുമ്പ് സ്പേഴ്സ് നേരെ കുറച്ച് ഡിസപ്പോയിന്റിങ് ആയിരുന്നു. കോൺസ്റ്റന്റ്ലി ചെൽസിക്ക് അഗേൻസ്റ്റ് വരുമ്പോൾ സ്പേഴ്സ് റീസൺ മാച്ചുകൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എപ്പോഴും ഡിസപ്പോയിന്റിങ് ആണ്. ഇന്നലത്തെ മാച്ചിലാണെങ്കിൽ ഒട്ടും ഇന്റൻസിറ്റി ഇല്ലായിരുന്നു. ഇന്നലെ ആണെങ്കിലും ആ പാൾമറിന്റെ ആ ക്രോസ് ഒക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് എന്തിന് പാൾമർ അത്രയും ടൈം ഓൺ ദ ബോളൊക്കെ കൊടുത്തു എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും. സ്പേഴ്സിന്റെ പ്രസിംഗ് സ്ട്രക്ചർ ഇന്നലെ വളരെ മോശമായിരുന്നു. ആൻഡ് ഈവൻ ഒഫൻസീവ്ലി ആണെങ്കിലും കാര്യമായിട്ട് ലാസ്റ്റ് മിനിറ്റ്സുകളിലല്ലാതെ ഒന്നും ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. ചെൽസിയും അത്യാവശ്യം വൾണറബിൾ ആയ ഒരു സൈഡാണ്. അപ്പുറത്ത് സ്പേഴ്സ് പക്കായിട്ട് വൾണറബിൾ ആണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ സ്പേഴ്സിനെ എന്നാ പറയുക, ചെൽസിനെ വറി ചെയ്തില്ല ഫസ്റ്റ് ഹാഫിലൊക്കെ. എസ്പെഷ്യലി പോസ്റ്റ്കോഗ്ലു എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. പ്രസിംഗ് സ്ട്രക്ചർ ഇന്നത്തെ ശോകമായിരുന്നു, ഭയങ്കര ശോകമായിട്ടുള്ള പ്രസിംഗ് സ്ട്രക്ചർ ആയിരുന്നു സ്പേഴ്സിലെ, പറയാതിരിക്കാൻ വയ്യ. അവിടെ നമ്മൾ നേരെ മറ്റു കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ സ്പാനിഷ് സ്പോർട്സ് കൗൺസിൽ ബാർസലോണയ്ക്ക് അനുകൂലമായിട്ട് വിധി വിധിച്ചിരിക്കുകയാണ്. സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഡാനി ഓൾമോ പാവുക്ടർ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ നാളായിട്ട് ലലീഗയും RFEF ടെബാസ് മെയിൻലി കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അതിൽ ലോയ്ക്ക് അഗേൻസ്റ്റാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ അവർ അലോ ചെയ്തില്ലായിരുന്നു. പിന്നീട് നമ്മൾ കോർട്ട് ത്രൂ CSD ത്രൂ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അനുമതി നേടുമായിരുന്നു. പ്ലെയറിന്റെ റൈറ്റ് ആണ്, പ്ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഇമ്പോർട്ടൻ്റ്. ആൻഡ്
കാര്യങ്ങൾ ബാർസലോണ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ടാണ്, അഥവാ ഇപ്പോൾ ഇവരെ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു തെറ്റും ഇല്ല എന്ന് പറഞ്ഞന്ന് വിധി വന്നിരുന്നു. അതിനുശേഷം വിധിയല്ല, അന്ന് താൽക്കാലിക ഒരു ഓർഡർ വന്നു. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇത് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. സോ കഴിഞ്ഞ ദിവസം ഇപ്പം ലലീഗ ചെയ്ത അഥവാ ടെബാസ് ചെയ്തൊരു സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. സംഭവം ഒന്നുകൂടെ പറയാം. സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ബാർസലോണ VIP മറ്റേ ടിക്കറ്റ്സ് ഉണ്ട്, VIP സീറ്റ്സ് ഉണ്ടല്ലോ പുതിയ ക്യാമ്പ് നൗവിൻ്റെ, അതിൻ്റെയും കൂടെ റവന്യൂ ആയിട്ട് ഒരു 100 മില്യൺ റെക്കോർഡ് ചെയ്തു. അതിന് 58 മില്യൺ നമുക്ക് കിട്ടുകയും ചെയ്തു. സോ അത് നമ്മളാണെങ്കിൽ ഉൾപ്പെടുത്തി, നമ്മുടെ റവന്യൂസിൽ ഉൾപ്പെടുത്തി, അത് ലലീഗ അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ 1:1 പുതിയ ഓഡിറ്റും, അതിന് പുതിയ ഒരു ഓഡിറ്റർ വന്നിട്ട് പുതിയ ഓഡിറ്റിംഗ് റിപ്പോർട്ട്സും മറ്റുമൊക്കെ ഇട്ടപ്പോഴേക്കും അതിലെന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. സോ അത് അപ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ലലീഗ 100 മില്യൺ, അതായത് ആ VIP സീറ്റ്സിന്റെ സെയിലിലൂടെയുള്ള 100 മില്യൺ റവന്യൂവിൽ നിന്ന് കട്ട് ചെയ്തു. സോ അങ്ങനെ ബാർസലോണ ഒഫീഷ്യലി 1:1 റൂളിൽ നിന്ന് മാറി. സോ എനിക്ക് ചോദിക്കാനായിട്ടുള്ള അന്ന് അപ്രൂവ് ചെയ്തു, ഇപ്പം വീണ്ടും ഈ ഒരു എന്താ പറയുക ഹിയറിംഗ് നടക്കാൻ പോകുന്നുണ്ട്, അഥവാ CSDയുടെ ഫ്രണ്ടിൽ അടുത്ത ഇതുമായിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് അവരിത് കാണിക്കുകയാണ്. അതായത് ലീഗലി ബാർസലോണയുടെ ഈ പാവ് വിക്ടർ ഡാനി ഓൾമോ രജിസ്ട്രേഷൻ അഥവാ തടയാനായിട്ടുള്ള ഒരു ലൂപ്പ് ഹോൾ അവർ കണ്ടെത്തിയില്ല. സോ ലാസ്റ്റ് അടവെന്നുള്ള രീതിയിലാണ് 100% ഇത് നടക്കുന്നതിൻ്റെ ഒരാഴ്ച അഥവാ 2-3 ദിവസം മുമ്പ് ഈ ഒരു സംഭവന്മാർ കാണിക്കുന്നു. നമ്മളാണെങ്കിൽ 1:1 റൂളിലല്ല എന്ന് പറഞ്ഞ് എന്നാ പറയുക ഈ ഒരു 100 മില്യൺ ഇല്ലാതാക്കുന്നു. അതിനുശേഷം സ്പോർട്സ് കൗൺസിലിൻ്റെ ഫ്രണ്ടിലോട്ട് ചെല്ലുകയാണ്, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. ബട്ട് അവരത് റിജക്റ്റ് ചെയ്തു. അവർ പറഞ്ഞു പ്രോപ്പറായിട്ട് തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, പ്ലെയറിൻ്റെ റൈറ്റ്സ് അഥവാ പ്ലെയറിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് ലലീഗ ആൻഡ് RFF സെയിങ് ഈസ് റോങ്. ബാർസലോണയ്ക്ക് അനുകൂലമായിട്ട് വിധി വന്നു. സോ ഇനിയും ഇവിടെയും തീർന്നിട്ടില്ല, ഇവന്മാർ ഇനി അടുത്ത കോർട്ടിലോട്ട് അപ്പീലിന് ഹയർ കോർട്ടിലോട്ട് അപ്പീലിന് പോകാനായിട്ട് പോവുകയാണ്. ബാർസലോണയ്ക്ക് അനുകൂലമായിട്ട് വന്ന ഈ സ്പാനിഷ് സ്പോർട്സ് കൗൺസിലിൻ്റെ വിധിയുമായിട്ട്. സോ അതെന്തായാലും ഈ സീസൺ എൻഡ് വരെ അങ്ങ് പോകും. ഇനി എന്തായാലും ഡാനി ഓൾമോ പാവുക്ടർ ഈ സീസൺ കളിക്കും. ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ അവർ വീണ്ടും ഡീരജിസ്റ്റർ ആവുമായിരിക്കും. നമ്മൾ അടുത്ത പരിപാടി അപ്പോഴേക്കും ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ബട്ട് ഈ സീസൺ എൻഡ് വരെ എന്തായാലും സ്വസ്ഥമായിട്ട് കളിക്കാം. 2 മാസത്തോടെ അല്ലേ ഉള്ളൂ. അത് അടുത്ത കോർട്ടിലോട്ട് അപ്പീലിന് പോയാലോ അത് നമുക്കിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ ആൻഡ് ലീഗലി നമ്മൾ നോക്കാനായിട്ടാണ് എല്ലാം നമുക്ക് അനുകൂലമായിട്ടാണ്. സോ അതാണ് ഇവർ ലാസ്റ്റ് മൊമെന്റ് ഒരു കളി കളിച്ചിട്ടും ചീറ്റിപ്പോയത്. സോ അവിടുന്ന് നമ്മൾ നേരെ 1-2 അപ്ഡേറ്റ്സ് പറയാനായിട്ടാണെങ്കിൽ ഗബ്രിയൽ ഈ സീസൺ എൻ്റെ ആയിരിക്കുകയാണ്, ഹാംസ്ട്രിങ് ഇഞ്ചറി കാരണം. സോ ആളൊരു സർജറിയും മറ്റുമൊക്കെ ചെയ്യാൻ പോവാണ്. സോ റയൽ മാഡ്രിഡ് മാച്ചിനും ഇല്ല ആൻഡ് ഈ സീസണിലും ഇനിയില്ല. ആർസണലിന് ഒരു ഹ്യൂജ് ബ്ലൂ ആണ്. അതുപോലെ ലൂനിൻ ഇഞ്ചറി കാരണം 4 ആഴ്ചയിലേക്ക് ഔട്ടായിട്ടുണ്ട്. അതും റയൽ മാഡ്രിഡിന്റെ പണിയാണ്. കോർട്ടോ ഓൾറെഡി ഇഞ്ചേർഡ് ആണ്. സോ തേർഡ് ചോയ്സ് കീപ്പറിനെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് വലൻസിയയ്ക്ക് അഗേൻസ്റ്റ്. ആൻഡ് കോർട്ടുവ അഗേൻസ്റ്റ് ആർസണലിന് മുമ്പ് ടീബോ കോർട്ടുവ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് റയൽ മാഡ്രിഡ് എന്ന് കേൾക്കുന്നു. സോ റുഡിഗർ കോർട്ടുവ ആ മാച്ചിൽ കാണുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. സോ അതുപോലെ തന്നെ ആൻസറോട്ടിയുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മറ്റൊന്നുമില്ല, ആൻസറോട്ടിക്ക് 4 വർഷത്തോളം എന്താ പറയുക പ്രിസൺ അടയ്ക്കണം എന്ന് പറഞ്ഞ രീതിയിൽ ഉള്ളൊരു സജഷൻ അഥവാ ഒരു ഇത് കോർട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വിട്ടിരിക്കുകയാണ് ടാക്സ് അതോറിറ്റി, സ്പാനിഷ് ടാക്സ് അതോറിറ്റി. സോ സംഭവം എന്നാന്ന് വെച്ചാൽ 2014-15 അന്ന് കാർലോ ആൻസറോട്ടി ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ഇമേജ് റൈറ്റ്സ് നിന്ന് കിട്ടിയ റവന്യൂ അഥവാ അത് എന്നാ പറയുക ടാക്സിൽ ഫയൽ ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആൻസറോട്ടി അപ്പുറത്ത് ആർഗ്യൂ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ പ്ലേയേഴ്സിൻ്റെ ഇമേജ് റൈറ്റ് പോലെ അല്ല കോച്ചുമാരുടെ ഇമേജ് റൈറ്റ്. കാരണം പ്ലേയേഴ്സിന് ഇമേജ് റൈറ്റ് കിട്ടുവാണെങ്കിൽ അവർ ജേഴ്സി സെയിൽസ് ചെയ്യുന്ന മറ്റുമൊക്കെ റവന്യൂ കിട്ടും. സോ കോച്ചുമാർക്ക് അത് കിട്ടാറില്ല. സോ അത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ആൾ ആർഗ്യൂ ചെയ്യുന്നത്. സോ അവർക്ക് കിട്ടുന്ന വേജസ് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ള കാര്യമാണ് അവർ ഫ്രണ്ട് വെച്ചിരുന്നത്. പക്ഷേ പോരാ, ഇമേജ് റൈറ്റ്സിൻ്റെ റവന്യൂ മുക്കി. സോ അതിൻ്റെ ഒരു ഹെപ്റ്റിക് ഫൈൻ കേൾക്കുന്ന 7 മില്യൺ യൂറോസോളം 3.5 മില്യൺ യൂറോസോളം 3.5 മില്യൺ യൂറോസോളം ഫൈനും പിന്നെ 4 വർഷത്തിനടുത്ത് പ്രിസണിലും ആളെ ഇടണമെന്നാണ് ഇവർ അതോറിറ്റി ആർഗ്യൂ ചെയ്യുന്നത്. സോ കോർട്ട് എന്ത് ഡിസൈഡ് ചെയ്യുമെന്ന് നോക്കാം. ബട്ട് ഇഞ്ചറി നടക്കാൻ പോകുന്നതിന് നല്ലൊരു ഫൈൻ കൊടുക്കുമായിരിക്കും. കാരണം ഇത് പല പ്ലേയേഴ്സും നമുക്കറിയാം ടാക്സ് ഫ്രോഡിൻ്റെ കാര്യത്തിൽ സ്പെയിനിൽ ഇഷ്ടം പോലെ കേസുകൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ലോയേഴ്സ് ഒരു ഫൈൻ മാത്രം അടുപ്പിച്ച് രക്ഷപ്പെടാറാണ്. സോ അതിന് പ്രിസൺമെൻറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. അവർ ആർഗ്യൂ ചെയ്യുന്ന 4 years ആണ്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. സോ അതുപോലെ തന്നെ ഫൊഫാനയ്ക്ക് വീണ്ടും ഇഞ്ചറി പറ്റിയിട്ടുണ്ട്. അത് ചെൽസിക്ക് ചെറിയൊരു തലവേദന ആയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പം ഫുട്ബോൾ ലോകത്ത് നടക്കുന്ന വാർത്തകളും മറ്റുമൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ. ബൈ.